ഇത് പുരാണ കാലത്തെ ഒരു കാര്യമാണ്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു ഭയങ്കര യുദ്ധം നടന്നപ്പോൾ ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല, മറിച്ച് ഒരുതരം സംഘർഷമായിരുന്നു. അത് ത്രിലോകങ്ങളിലും ഒരു കോളിളക്കം സൃഷ്ടിച്ചു. അസുരന്മാർ അവരുടെ ശക്തമായ മന്ത്രതന്ത്രങ്ങളിലൂടെ ദേവന്മാരെ കീഴടക്കുകയായിരുന്നു. ദേവരാജാവായ ദേവരാജേന്ദ്രൻ തന്റെ സൈന്യങ്ങളുമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അസുരന്മാരുടെ ശക്തി വളരെ വലുതായതിനാൽ അവർ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു. ദേവന്മാരുടെ പരാജയത്തോടെ പ്രപഞ്ചം മുഴുവൻ അരാജകത്വവും വ്യാപിച്ചു. ഭൂമിയിൽ വരൾച്ചയുണ്ടായി, നദികൾ വറ്റിത്തുടങ്ങി, ചുറ്റും ഇരുട്ട് വ്യാപിച്ചു. അർസിമുനിയുടെ ധ്യാനം തടസ്സപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് സഹോദരനെ കുറിച്ച് അസ്വസ്ഥരായി. തങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയ ദേവന്മാർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഒപ്പം ദേവന്മാർ ഒത്തുചേർന്ന ഒരു യോഗം വിളിച്ചു. സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഏക മാർഗം ശിവനിൽ നിന്ന് സഹായം തേടുക എന്നതാണെന്ന് യോഗം തീരുമാനിച്ചു. കൈലാസ പർവ്വതത്തിൽ ധ്യാനത്തിലിരുന്ന ഭഗവാൻ ശിവന് മാത്രമേ അസുരന്മാരെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുള്ളൂ. ദേവന്മാരും ഋഷിമാരും സന്യാസിമാരും ഉള്ള കൈലാസ പർവ്വതം, അവിടെ ശിവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് അവർ കണ്ടു. അദ്ദേഹത്തിന്റെ സമാധി വളരെ ആഴമേറിയതായിരുന്നു. എല്ലായിടത്തും സമാധാനവും ദിവ്യത്വവും അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുടി വിടർത്തി വെച്ചിരുന്നു. പായിച്ച മുടിയിലൂടെ ഗംഗാനദി ഒഴുകുന്നുണ്ടായിരുന്നു. ദേവന്മാർ എളിമയോടെ ശിവന്റെ ആരാധന തുടങ്ങി. അവർ മണിക്കൂറോളം ശിവനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ശിവന്റെ ധ്യാനം മുറിഞ്ഞില്ല. ഒടുവിൽ ദേവന്മാരുടെ അപേക്ഷ കേട്ട് പാർവതീദേവി ശിവനെ ഉണർത്താൻ ശ്രമിച്ചു. അവർ ശിവനോട് ദേവന്മാരുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് അറിയിച്ച് അദ്ദേഹത്തിന്റെ സഹായം അത്യാവശ്യമാണെന്ന് അറിയിച്ചു. ശിവൻ തന്റെ കണ്ണു തുറന്നു. അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഒരു ഉജ്ജ്വല പ്രകാശം പുറപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ അസന്തുലിതാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ശിവന്റെ കണ്ണുകളിൽ അഗാധ കോപം നിഴലിച്ചു. അദ്ദേഹം ദേവന്മാരോട് ചോദിച്ചു, എന്റെ സമാധി നശിപ്പിച്ചതിന്റെ കാരണം എന്താണ്? അവർ കുമ്പിട്ട് മറുപടി പറഞ്ഞു, മഹാദേവ, അസുരന്മാർ നമ്മളെ തോൽപ്പിച്ചു. 3 ലോകങ്ങളും കുഴപ്പത്തിലാണ്. ഇപ്പോൾ താങ്കളുടെ കൃപയാൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തിരിച്ചുവരൂ. ശിവൻ ദേവന്മാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടു. പിന്നീട് സമാധിയിലേക്ക് തിരിച്ചുപോയി. എല്ലാ ദേവന്മാരും സ്തബ്ധരായി. പക്ഷേ ഏതാനും നിമിഷത്തേക്ക് മാത്രം. പെട്ടെന്ന് ശിവന്റെ മൂന്നാം കണ്ണ് തുറന്നു. മൂന്നാം കണ്ണിൽ നിന്ന് ശക്തമായ ഒരു ഊർജം പുറപ്പെട്ടു. അത് കൈലാസ പർവ്വതത്തിൽ മുഴുവൻ പ്രകാശിപ്പിച്ചു. ഈ ഊർജം വളരെ ശക്തമായിരുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അത് അനുഭവപ്പെട്ടു. ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഈ ഊർജം പുറത്തു വന്ന ഉടനെ ഒരു ദിവ്യരൂപം സൃഷ്ടിക്കപ്പെട്ടു. ആ രൂപമാണ് മഹാകാൽ, ശിവന്റെ ഏറ്റവും ഉഗ്രവും ശക്തനുമായ രൂപം. മഹാകാലിന്റെ ജനനം ഒരു സാധാരണ സംഭവമായിരുന്നില്ല. പ്രപഞ്ചത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായി കാലത്തിന്റെയും മരണത്തിന്റെയും നാഥൻ അവതരിച്ചതെങ്ങനെയായിരുന്നു. മഹാകാലത്തിന്റെ രൂപം അത്യന്തം ഭയാനകവും വിചിത്രവുമായിരുന്നു. അവന്റെ കഴുത്തിൽ തലയോട് മാലയുണ്ടായിരുന്നു. നെറ്റിയിൽ ചാരം പുരണ്ടിരുന്നു. കണ്ണുകൾ തീപ്പാറുന്നവയായിരുന്നു. അവന്റെ കൈകളിൽ ഒരു ത്രിശൂലമുണ്ടായിരുന്നു. എല്ലാ നിഷേധാത്മകതയെയും നശിപ്പിക്കുവാൻ ത്രാണിയുള്ള ശിവൻ മഹാകാലിനോട് പറഞ്ഞു, ഈ പ്രപഞ്ചം ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്. അസുരന്മാരെ പരാജയപ്പെടുത്തി പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക. ശിവന്റെ ആജ്ഞയെ തുടർന്ന് മഹാകാൽ 3 ലോകങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ദർശനം അസുരന്മാർക്ക് ഭയത്തിന് കാരണമായി. ഇപ്പോൾ ഈ അസന്തുലിതാവസ്ഥ തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഈ അസുരന്മാരെ നശിപ്പിക്കുകയും പ്രപഞ്ചത്തിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്യും. മഹാകാൽ തന്റെ ദിവ്യ ആക്രമണമായി യുദ്ധകളത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഉദ്ഭവിച്ച ഉജ്ജ്വലമായ ഊർജം ആകാശത്ത് പരന്നതോടെ അസുരന്മാരുടെ മാന്ത്രിക വിദ്യകളെല്ലാം നശിക്കാൻ തുടങ്ങി. മഹാകാൽ തന്റെ ശൂലം വായിലേക്ക് വീഴ്ത്തുമ്പോഴെല്ലാം മനുഷ്യ സമയരേഖ തകർന്ന പോലെ തോന്നി. അദ്ദേഹത്തിന്റെ ശൂലം അസുരന്മാരുടെ കവചത്തെ തകർത്തു. മഹാകാൽ ഭൗതിക ആയുധങ്ങൾ മാത്രമല്ല, ആന്തരിക ദിവ്യശക്തിയും കാലചക്രത്തിനു ശക്തിയും ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ആക്രമണം മൂലം അസുരന്മാരുടെ സാഹോദര്യം അപ്രത്യക്ഷമായി. അവരുടെ ഐക്യം നഷ്ടപ്പെട്ടു. മഹാകാലിന്റെ ഉഗ്രമായ ആക്രമണത്തിന് മുമ്പിൽ അസുരന്മാരുടെ അധികാര പുനഃസ്ഥാപനം നിഷ്ഫലമായി. മഹാകാൽ അസുരന്മാരുടെ ശക്തിയെ നശിപ്പിക്കുക മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും ചെയ്തു. ഒടുവിൽ മഹാകാൽ അസുരന്മാരുടെ മുഴുവൻ ശക്തിയെയും നശിപ്പിച്ച് ദേവന്മാരുടെ വിജയത്തിന് വഴിയൊരുക്കി. ദേവന്മാർക്കിടയിൽ സന്തോഷത്തിന്റെ അലയടിച്ചു. കൈലാസ പർവ്വതത്തിൽ നിന്ന് സമാധാനത്തിന്റെയും ശാന്തതയുടെയും സന്ദേശം പ്രപഞ്ചം മുഴുവൻ പരന്നു.